ശ്രീ പ്രകാശൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഇവിടെ എത്ര ജനക്ഷേമകരമായ പദ്ധതികളാണ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയത്. 2 മാസമല്ലേ ആയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നും മുഖ്യമന്ത്രി അത് ആവർത്തിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾ CPM തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കാരിനെ അത് ഭരണം തുടങ്ങി ഒരു 3 മാസം സമയം കൊടുക്കാം എന്ന് കരുതിയിരുന്നു. 2 മാസമാകുന്നതിന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നുണ്ട്. ഇന്നിപ്പോൾ പി രാജീവ് തന്നെ അവസാനം പറഞ്ഞ വളരെ പ്രസക്തമായൊരു ഡയലോഗുണ്ട്. അദ്ദേഹം പറഞ്ഞത് ബുദ്ധിമാനാകണമെന്നില്ല, അല്പം ബുദ്ധിയെങ്കിലും കാണിക്കണം. ഈ ടാറ്റയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പറഞ്ഞത്. ഏത് ക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് സർക്കാർ, VD സതീശൻ സർക്കാർ 2 മാസം കൊണ്ട് നടപ്പിലാക്കിയത്? ഇതിൽ സാധാരണഗതിയിൽ 2 മാസം മാത്രം പ്രായമായ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് പ്രതിപക്ഷത്തിന് വലിയ താല്പര്യമുണ്ടാവണമെന്നില്ല. ഇത്ര വേഗത്തിൽ 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമസ്ത തലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ പിറകോട്ടേക്ക് നയിക്കാൻ ഒരു ഗവൺമെൻറ്റിനാകുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഏതെങ്കിലും ഒരു രംഗത്ത് നേരത്തെ ഉണ്ടായ നേട്ടങ്ങളെ സംരക്ഷിക്കാനോ നിലനിർത്താനോ പറ്റാവുന്ന സമീപനമാണോ നിർഭാഗ്യവശാൽ സതീശൻ ഗവൺമെൻറ് ഇവിടെ സ്വീകരിക്കുന്നത്? ഇപ്പോൾ 10 വർഷക്കാലം പവർ കട്ടില്ലാത്ത കേരളം, പവർ കട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തന്നെ പവർ കട്ട് ഉണ്ടായത് പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് നിങ്ങൾ കാണാൻ പറ്റി ഇത്രയേറെ ആളുകൾ വലിയ മഴ വന്നിട്ടില്ല. ഇതിനിടയിൽ മരിച്ചു വീണിരിക്കുന്ന ഒരു നില ഈ കേരളത്തിൽ എപ്പോഴുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ മുന്നണിയും പാർട്ടിയുമാണ് കോൺഗ്രസും അതുപോലെ UDF-ഉം. ഇവിടെ ഇപ്പോൾ നിപ്പ തിരിച്ചു വന്നിരിക്കുന്നു. അത് പകരാതിരിക്കുന്നതിന് ആവശ്യമായ നടപടികളില്ല. ആരോഗ്യരംഗഭാഗത്തിന് അരക്ഷിതാവസ്ഥയിലാണ്. രാജ്യത്തിലെ പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ മരുന്നില്ലാതെ ഡോക്ടറില്ലാതെ ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേൾക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് 2 മാസക്കാലമായിട്ടും പുസ്തകമില്ല, യൂണിഫോം കൊടുക്കാനാവുന്നില്ല. LDF-ൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പിൻവലിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള കണക്ട് വർക്ക് പദ്ധതി പിൻവലിച്ചിരിക്കുന്നു. റോഡ് അതിഗുരുതരമായ നിലയ്ക്ക് തകർന്നപ്പോൾ ബഹുമാനപ്പെട്ട പിടിപെടി മന്ത്രി പറഞ്ഞതെന്താ, മൈ ഉണ്ടായാൽ കുയി ഉണ്ടാകുമെന്നാണ്. ഇവിടെ ദുരന്തം വന്നു, കള്ളാടി ദുരന്തം. എത്ര ഗൗരവമായ ദുരന്തത്തെ നേരിട്ടൊരു നാടാടി കഴിഞ്ഞ് 10 കൊല്ലക്കാരും കേരളം. അവിടെ നമുക്ക് കള്ളം വേണ്ടി കഴിയുന്നത് എന്താ? ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ആരംഭിക്കാൻ കഴിയാത്തൊരു നിൽക്കുകയല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളിലാണ് LDF-നെ വിമർശിച്ചത്, അതെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പോൾ എതിരായ കാര്യം നടപ്പിലാക്കുകയാണല്ലോ. ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കുന്നത് കൃത്യമായ കാരണങ്ങളാൽ LDF മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിനെ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഗൗരവമായ ചർച്ച നടക്കുകയാണ്. കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നൊരു പദ്ധതി. അവിടെയാണ് ആ പദ്ധതിയുടെ പകുതി ഒരു അന്താരാഷ്ട്ര കപ്പൽ ഭീമന് വിൽക്കാൻ ആവശ്യമായ നിലക്കുള്ള ഒരു തീരുമാനം ഒരു നിലക്കുമുള്ള ചർച്ചയില്ലാതെ നേരത്തെ ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ കരാർ തന്നെ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് അനുവാദം കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു നിലയുണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റി കഴിയും. ഇപ്പോൾ സ്പീഡ് റെയിൽ, ഞങ്ങൾ നേരത്തെ കേരളത്തിൻ്റെ ചർച്ച വന്നപ്പോൾ ഈ ശ്രീധരൻ്റെ സ്പീഡ് റെയിൽ അത് പദ്ധതി നടപ്പിലാക്കാൻ അത് പ്രായോഗികമല്ല എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ പദ്ധതിയാണെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇവിടെ മുഖ്യമന്ത്രിയും ആളുകളും. ഇപ്പോഴത്തെ അവർ പറയുന്നു ശ്രീധരൻ്റെ സ്പീഡ് റെയിൽ പദ്ധതി അത് നടപ്പിലാക്കാൻ പ്രായോഗികമല്ല. ഇനി BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF-ഉം അതുപോലെ BJP-യും തമ്മിൽ എന്തോ ഡീലുണ്ട് എന്ന് പറയാനായിരുന്നുവല്ലോ അവർ ശ്രമിച്ചത്. നിങ്ങൾ കാണാൻ പറ്റി കഴിയും. ഇവിടെ BJP-ക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലക്കാരനെ എന്താ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സെക്രട്ടറിയായിട്ട് BJP-ക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിലെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഇവിടെ ഈ പറയുന്ന BJP-ക്കാരെ നിശ്ചയിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായിട്ടും BJP-ക്കാരുടെ ഭരണത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. MG യൂണിവേഴ്സിറ്റി അടക്കം അവിടെയൊന്നും ഇടപെടാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് 2 മാസക്കാലം കൊണ്ടുവന്നിരിക്കുന്ന 2 നയരേഖകളുണ്ട്, നയപ്രഖ്യാപനവും ബജറ്റും. ഇന്ത്യ രാജ്യത്തിലെ ഈ കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളി BJP ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു അക്ഷരം BJP ഗവൺമെൻറ്റിനെതിരായിട്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട്, BJP-ക്കെതിരായിട്ട് ഉന്നയിക്കാൻ നട്ടല് കാണിച്ചോ ഈ ഗവൺമെൻറ്? ഒരക്ഷരം പോലും ഉരിയാടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ലല്ലോ. എന്ന് മാത്രമല്ല, എന്താണോ BJP-ക്കാർ പറയുന്നത് അതെല്ലാം അനുസരിക്കുകയല്ലേ. ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യം, നേരത്തെ ആ നിയമത്തെ സംബന്ധിച്ച് കേരള നിയമസഭ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ കോൺഗ്രസും ലീഗും UDF-ഉം. ഇപ്പോഴിതാ നടപ്പിലാക്കുമെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രമാത്രമാകും. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്, ഏറ്റം വന്നാൽ ഇത്ര വരാമോ.
കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ, ലീഗിന് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ, അവർ പോലും അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഏറ്റം വന്നാൽ ഇത്ര വരാമോ? 2 മാസക്കാലം കൊണ്ട് ഇത്രയേറെ അന്യായമായ കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ആകുലപ്പെടുന്നത് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് ജയിപ്പിക്കാൻ പാടുപെട്ടവരാണ്, ഇവിടെ UDF-ന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നവരാണ്. എന്തിന് ഇവിടെ കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് ചോദിച്ചാരാ? AICCയുടെ സെക്രട്ടറിയാണ്, ഞങ്ങളാരുമല്ല. അപ്പോൾ എത്ര ഭീകരമായ നിലക്കാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. ഇതെല്ലാം മറക്കാൻ കളവ് പറയുകയല്ലാതെ എന്താ മുഖ്യമന്ത്രിക്ക് മാർഗം? ഇപ്പോൾ സാധാരണ മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ എല്ലാം മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ സത്യമായ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എങ്ങനെയെങ്കിലും കളവ് പറയുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. പക്ഷേ എത്ര കളവുകൾ ഈ കഴിഞ്ഞ 2 മാസക്കാലം കൂടി പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇന്നലെ പറഞ്ഞ കളവ് ഇന്ന് പൊളിയുന്നു. അതിലുണ്ടാകുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ പരിതാപകരം. ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശത്രുവിന് പോലും ഇത്തരം ഒരു ഗതി വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിൽ അത്രമാത്രം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിട്ട് കേവലം 2 മാസം കൊണ്ട്, ഞാൻ പറയുന്നത് കേവലം 2 മാസം കൊണ്ട് അങ്ങനെ